ശബരിമലയിലെ ദ്വാരപാലക പീഠത്തെ ചൊല്ലിയുള്ള വിവാദം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് മുൻ മേൽശാന്തി A.K. സുധീർ നമ്പൂതിരി റിപ്പോർട്ടറിനോട്. 2019 മേൽശാന്തിയായി ചുമതലയേറ്റപ്പോൾ ശ്രീകോവിലിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പോളിഷിംഗ് കഴിഞ്ഞിരുന്നു. ആരാണ് പോളിഷിംഗ് ചെയ്തതെന്ന് തനിക്കറിയില്ല. പോളിഷിംഗിന് ശേഷം ദ്വാരപാലക ശില്പങ്ങൾ കണ്ടു എന്നല്ലാതെ അതിൽ കൂടുതൽ ഗൗരവമുള്ള ഒരു അറിവുമില്ലെന്നും A.K. സുധീർ നമ്പൂതിരി പറഞ്ഞു. ഒരു ക്ഷേത്രത്തിൽ തന്ത്രി അവിടെ ഉണ്ടാവുമ്പോ അവസാന വാക്കാണല്ലോ തന്ത്രി ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ മാത്രമാണല്ലോ അടുത്തൊരു സ്ഥാനം മേൽശാന്തിക്ക് അവിടെ ഉത്തരം പറയേണ്ടതുള്ളൂ. അപ്പൊ ആ തരത്തിലുള്ള ശ്രീലത്തെ ഉള്ളിലത്തെ കാര്യങ്ങളല്ലാതെ പുറത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല. നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിട്ടില്ല തന്ത്രി ഉള്ളത് കാരണം. തന്ത്രിക്ക് ശേഷമല്ലേ, അല്ലെങ്കിൽ തന്ത്രി ഇല്ലാത്തൊരു സന്ദർഭം വരുമ്പോഴല്ലേ നമ്മളോട് ചോദ്യം ആവശ്യമുള്ളൂ. എന്നെയല്ല, പൊതുവെ എല്ലാ മേൽശാന്തിമാർക്കും അത്ര തന്നെ ആവശ്യം വരുള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ്. ഞാൻ ചെന്ന സമയത്ത് ഏകദേശം അവിടെ നല്ല ക്ലീൻ ആയിട്ട് നല്ല ഇതില് പോളിഷിങ് നടന്നു കഴിഞ്ഞ ഉള്ള ഒരു സമയമാണ് അത് ആരോ എനിക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്കത് അവിടെ ചെന്നപ്പോ കണ്ടു എന്നല്ലാതെ അതിൽ കൂടുതൽ കവിഞ്ഞൊരു അറിവും അതിനെ പറ്റിയില്ല. ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ഒരു വിവരമില്ല. അങ്ങനെ അത് മാത്രല്ല, അവിടെ ഉണ്ടാവുന്ന എല്ലാത്തിനും വിഷമം ഉണ്ടാവണം. കാരണം ഒരിക്കലും പാടില്ലാത്തതാണ്. അതിപ്പോ ഈ കാലഘട്ടത്തിൽ പല വിവാദങ്ങളും പലതരത്തിലും വരുന്നു എന്ന് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ദ്വാരപാലക ശില്പം, അതുപോലെ തന്നെ താങ്ങുപീഠം, ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അതെവിടെയും എഴുതി വെച്ചിട്ടില്ല, കൊണ്ടുപോകാൻ വകുപ്പില്ല. ഇവിടെ ഇപ്പോൾ അന്ന് മേൽശാന്തിയായിരുന്ന സുധീർ നമ്പൂതിരി ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്നതല്ലേ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജിയ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുധീർ നമ്പൂതിരി 2019 ശബരിമല മേൽശാന്തിയായി ചുമതലയേറ്റത്. അദ്ദേഹം ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി അവിടെ സ്ഥാപിച്ചിരുന്നു. പിന്നീടാണ് അദ്ദേഹം അവിടെ വന്നത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ശബരിമലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് മേൽശാന്തി അറിയണമെന്നില്ല. അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ നിറം മങ്ങി അത് വീണ്ടും സ്വർണം പൂശേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചെമ്പുപാളി നിലവിലുണ്ടായിരുന്നത് അതിന്റെ മുകളിൽ സ്വർണം പൂശേണ്ട ഒരു ആവശ്യകതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അഭിപ്രായങ്ങളൊന്നും മേൽശാന്തിമാരോട് ഒരിക്കലും ചോദിക്കാറില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു കാര്യമേ ചോദിക്കാറില്ല. തന്ത്രിയുടെ അഭിപ്രായം ചോദിക്കും. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, തന്ത്രി ഒരു പക്ഷേ അവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മേൽശാന്തിമാരോട് ചില കാര്യങ്ങളെങ്കിലും ചോദിക്കാറുള്ളൂ. പക്ഷെ തന്നോട് അങ്ങനെയുള്ള ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ അവിടെ മേൽശാന്തി ചുമതല വഹിച്ചിരുന്ന ആളെന്ന രീതിയിൽ വലിയ വിഷമമുണ്ട്. അത് വിവാദങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയാണ് മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരി നമ്മോട് പങ്കുവച്ചത്. സുജയ. ശബരിമല മുൻ മേൽശാന്തിയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത്. അവിടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മൊത്തത്തിലൊരു വ്യക്തത കുറവുണ്ട്, ഒരു നിഗൂഢത എന്തായാലും നിലനിൽക്കുന്നുണ്ട്. എല്ലാ അയ്യപ്പൻ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നല്ലേ പറയാൻ കഴിയുകയുള്ളൂ. ഇതിലൊക്കെ ഒരു വ്യക്തത വരട്ടെ.